നാളെ പരലോകത്ത് വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുനിയാവിൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ പന്നിയെ കണ്ടാൽ നമ്മൾ ഓടിക്കാറില്ലേ? നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും വരാനുള്ള ഒരവസരം ഞാനും നിങ്ങളും ഒരുക്കി വെക്കരുത്. മുആദ് ചോദിച്ചു, നബിയേ, ഒരിക്കലും നാളെ പരലോകത്ത് ഞാൻ ഈ ഒരവസരത്തിലും ഈ ഒരവസ്ഥയിൽ വരാതിരിക്കാൻ എന്ത് തെറ്റാ നബിയേ അവർ ചെയ്തതെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുമോ റസൂലേ? ന്റെ ചോദ്യത്തിന്റെ മറുപടിയായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് എന്തെന്നറിയോ? അവർ നമസ്കാരത്തെ പിച്ച് തീർന്നിയവരാ, അവർ നമസ്കാരത്തെ പുച്ഛിച്ചവരാ, അവർ നമസ്കാരത്തിൽ അലംഭാവവും ആലസ്യതയും കാണിക്കുന്ന ആളുകളാ. നമസ്കരിച്ചോ ഇല്ല, അസർ നമസ്കരിച്ചോ ഇല്ല, മഗ്രിബ് നമസ്കരിച്ചോ ഇല്ല. എന്റെ പ്രിയപ്പെട്ട എരിയാലിലുള്ള ഉമ്മ, സീരിയലിന്റെ മുമ്പിൽ പെറ്റി കിടക്കുമ്പോ നീ നമസ്കാരത്തെ മറന്നു പോകണ്ട. വൈകുന്നേര സമയമാണല്ലോ ഈ പന്നിയുടെ കോലത്തിൽ വരുന്നത്. നമസ്കരിക്കാത്തവരല്ല, നമസ്കരിക്കാത്ത ആളുകളല്ല. പിന്നെയോ നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമസ്കാരത്തിൽ ആലസ്യ മനോഭാവത്തോടുകൂടി ആര് സമീപിക്കുന്നുവോ അവന്റെ അവസ്ഥയാ. പിന്നെയാകട്ടെ രണ്ടും കൂടി അടുത്ത വക്തിനാകട്ടെ, മഗ്രിബ് ഇശായുടെ സമയമാകട്ടെ, ഇശാ പിറ്റേന്ന് സുബ്ഹിയോളം സമയമുണ്ടല്ലോ, ആ സമയത്താകട്ടെ നമസ്കരിക്കാം. നിന്നെ പെണ്ണുമോടെ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ നമസ്കാരമാ നീ കളയുന്നത്. നിന്റെ വീട്ടിലെ കേറി താമസത്തിന്റെ പേരും പറഞ്ഞ് എത്രയോ ദിവസത്തിലെ നമസ്കാരമാ നീ കളാക്കുന്നത്. നിനക്ക് വേദനയുണ്ടോ? നിനക്ക് നൊമ്പരമുണ്ടോ? നിനക്ക് പ്രയാസമുണ്ടോ? നിനക്ക് വല്ലാത്ത ദുഃഖമുണ്ടോ? കരച്ചിലുണ്ടോ? രണ്ടു വഖത്ത് നമസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ ജീവിതകാലം മുഴുവനും അത് മാത്രം മതി എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഒരായത്ത് അങ്ങേക്ക് പഠിപ്പിച്ചു തന്നല്ലോ, ആയത്തിൽ എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, ഏതായത്താണ് നിനക്ക് സംശയമുള്ളത്? ഏതായത്തിന്റെ അർത്ഥത്തിലാണ് നിനക്ക് ആശയക്കുഴപ്പമുള്ളത്? ചോദിച്ചാലും ആയിഷ അല്ലാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, നബി, ഈ ആയത്തിൽ എനിക്ക് വല്ലാത്ത സംശയമുണ്ട്, പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക, നബിയെ, ഈ ആയത്തിൽ 2 റക്അത്ത് നമസ്കരിച്ചു എന്നതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം എരിയാറിന്റെ സാധു സംരക്ഷണ സമിതി രൂപീകരിച്ച ഈ പ്രസ്ഥാനത്തിൽ വർഷങ്ങളായി കടന്നു വരുന്നുണ്ടോ? കഴിഞ്ഞ വർഷം പാവപ്പെട്ട യതീമീങ്ങളായ 4 പെൺകുട്ടികളെ കല്യാണത്തിന്റെ ആവശ്യത്തിനുള്ള സർവ്വവസ്തുക്കളും ഞാൻ കൊടുത്തവനാ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനതിൽ നിന്നും മാറി നിൽക്കുന്നു, അടുത്തൊരാൾക്ക് വേണ്ടി എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. കഴിഞ്ഞ വർഷം ഹജ്ജ് ചെയ്തവനാ ഞാൻ, കഴിഞ്ഞ വർഷം സിയാറത്തും ഉംറയും ചെയ്തവനാ ഞാൻ, കഴിഞ്ഞ വർഷം പരിശുദ്ധമായ റമദാനിൽ വ്രതമനുഷ്ഠിച്ചവനാ ഞാൻ. അതുകൊണ്ട് ഇനി കേവലം ജീവിതകാലം മുഴുവനും എനിക്ക് ഒരു സൽക്കർമ്മം വേണ്ട എന്ന ചിന്ത നമുക്ക് വേണ്ട. കാരണം എന്താ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ച ആയത്തിന്റെ ആശയം എന്താ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ. നാളെ പരലോകത്തെ സത്യവിശ്വാസികൾ കടന്നു വരുമ്പോ ഒരു വിഭാഗം ആളുകൾ അവർ ചെയ്തു പോയ പ്രവർത്തനങ്ങളുമായി നാളെ പരലോകത്ത് വരുമ്പോ വഖുലൂബുഹും വജിലാ
അവന്റെ ഹൃദയം കിടുകിടാ വിറച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നബിയേ യാ റസൂലല്ലാഹ്, അങ്ങനെ കൈകാലുകൾ വിറച്ചു പോകുന്ന ആളുകൾ ആരാണ് നബിയേ? അവർ കള്ളുകുടിയരാണോ നബിയേ? വ്യഭിചാരികളാണോ റസൂലേ? മദ്യപാനികളാണോ മുത്തേ? അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ആ മുത്തായ നബി തങ്ങളുടെ റിസാലത്തിന്റെ തലയാട്ടിയിട്ട് പറയുന്നു, ആയിഷ, നീ വിചാരിക്കുന്നത് പോലെയല്ല മോളെ. അവിടെ കൈകാലുകൾ വിറച്ചു പോകുന്നത് കള്ളുകുടിയന്മാരല്ല, ചൂതാട്ടം നടത്തുന്നവരല്ല, അതേപോലെ തന്നെ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരല്ല. പിന്നെയോ മുസല്ലൂന, നമസ്കരിക്കുന്നവർ തന്നെയാ, വയസ്സൂന, നോമ്പെടുക്കുന്നവരാ, അതേപോലെ പാവങ്ങളെ സഹായിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ പ്രതിപാദിക്കുന്നവരാണ്, ഓതുന്നവരാ, മനസ്സിലാക്കിയവരാ, തസ്ബീഹ് മാല പഠിക്കുന്നവരാണ്, സ്വലാത്ത് നമസ്കാരം നിർവഹിക്കുന്നവർ തന്നെയാണ് ആയിഷ. പിന്നെ നബിയെ പേടിക്കണം, അല്ലാഹുവിന്റെ റസൂലേ സൽക്കർമ്മം പ്രവർത്തിച്ചവരാ. പിന്നെന്തിനാണ് അവർ വിറച്ചു പോകുന്നത്? പിന്നെന്തിനാണ് അവർ പേടിക്കുന്നത്? പിന്നെന്തിനാണ് അവർ പ്രയാസപ്പെടുന്നത്? ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, അവിടെ പേടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ആത്മീയതകൾ പ്രവർത്തിച്ച, അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച ആളുകളെ കാലിലും അതേപോലെ അവന്റെ കൈകളിലും അവന്റെ തലയിലും പിടിച്ചിട്ട് അവന്റെ കാലെ വായി പിടിച്ചു കണ്ടവരെ നരകത്തിലേക്ക് മുഖം കുത്തിയവരായ നിലയിൽ വലിച്ചെറിഞ്ഞ് കളയുമ്പോ ആ സമയത്ത് ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചു പോവുകയാ. എന്തിനാ പ്രിയപ്പെട്ടവരവൻ നന്മ പ്രവർത്തിച്ചു, പക്ഷേ ആ പ്രവർത്തനങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകരിക്കുമോ? ഇല്ല. പറയാന് സാധ്യമാകുമോ? നമുക്കില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം നിങ്ങളും എത്ര സൽക്കർമ്മം പ്രവർത്തിച്ചാലും അത് അല്ലാഹു സ്വീകരിക്കുമെന്ന് പറയാൻ, അത് സ്വീകരിക്കില്ല എന്ന് പറയാൻ നമുക്കാകുമോ? ആകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 റക്അത്ത് നമസ്കരിച്ചു എന്ന തോന്നലോടെ സർവ്വതുമായി എന്ന വിചാരം നമുക്ക് വേണ്ട. അതുകൊണ്ട് നമസ്കാരം ഉറപോലെ നിർവഹിച്ചോ. നമസ്കാരത്തിൽ ആലസ്യ മനോഭാവം കാണിക്കല്ലേ. ഇങ്ങനെ കാണിച്ച നാളെ പരലോകത്ത് നീ പന്നിയുടെ കോലത്തിലാ കടന്നു വരിക. ഇതാ പ്രിയപ്പെട്ടവരെ, മഹ്ശറയുടെ മഹാത്ഭുതങ്ങളിൽ രണ്ടാമത്തതെങ്കില് മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലേ, 3ാമത്തെ മഹാത്ഭുതം ഒന്ന് പഠിപ്പിച്ചു തരുമോ നബിയേ? എന്താ പ്രിയപ്പെട്ടവരെ, അതാ 3ാമതായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ. 3ാമതായ ഒരു സംഘം വരികയാ. പർവ്വത സമാനമായ വയറുമായി നാളെ പരലോകത്ത് വരികയാ. പർവ്വത സമാനമായ കുടവയറുമായി പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്തവൻ കടന്നു വരികയാ. ദുനിയാവില് നമ്മുടെ വയറൊന്ന് വെറുത്തു പോയാൽ 2 ദിവസം നാം ഒക്കെയും മലമൂത്ര വിസർജനം ചെയ്യാതെ ഒരു സാഹചര്യം വന്നാൽ ഒരു ചുവട് നമുക്ക് വയ്ക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എത്രയോ ആളുകളാ അവർ ഭക്ഷണം കഴിച്ചതിന്റെ പേരിലല്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടവയറ് നൽകി, പർവ്വതം പോലെ പ്രവിശാലമായ വയറ് നൽകിയിട്ട് പരീക്ഷിക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇത് പരലോകത്ത് കടന്നു വരുന്ന ഓരോ മനുഷ്യനും പഠിക്കാനാ. ഇതുപോലെയാ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, പർവ്വത സമാനമായ കുടവയറിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നറിയോ? ബലൂൺ പോലെ വെറുത്തിരിക്കുന്ന വയറിന്റെ ഉള്ളിൽ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, പാമ്പും തേളും പുഴുക്കളുമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വലിയ കുടവയറിന്റെ ഉള്ളിൽ എന്താ?
അതൊരു പച്ചവെള്ളം മാത്രമല്ല പ്രിയപ്പെട്ടവരെ കിടക്കുന്നത്. നമുക്ക് വിചാരിക്കും ദുനിയാവിലെ കുടവയറിൽ എത്ര ആളുകളാ ഇല്ലേ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നാൽ അവിടെ ഇരിക്കാൻ പ്രയാസം, കസേരയിൽ ഇരിക്കാൻ പറ്റുന്നു അതുമില്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുമോ അതുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനേറെ കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് പോലും കുടവയറുള്ള ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കൽ കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ലാതെ പാതിരാത്രി മറ്റൊരു വീട്ടിൽ കിടന്നുറങ്ങുന്ന എത്രയോ നവദമ്പതികളാണ് നമ്മുടെ ഇടയിലുള്ളത്. ഇത്രത്തോളം വയറുകൊള്ള ഇത്രത്തോളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും ഒക്കെ എല്ലാ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടവയറുള്ള ആളുകൾ ഇല്ലേ, ഈ കുടവയറുമായിട്ട് നാളെ പരലോകത്ത് വരും. മുആദ് ചോദിച്ചു, നബിയേ ആരാ റസൂലേ, അവർ ചെയ്തു പോയ തെറ്റെന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അതാ മുആദിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാ, ഹൗലാഇല്ലദീന യഅകുലൂനൽ ഹറാം. മുആദേ, അവർ ചെയ്തു പോയ തെറ്റെന്താ? അവർ ഹറാം ഭക്ഷിച്ചവരാ, അവർ അന്യന്റെ മുതൽ തിന്നവരാ, അവർ കട്ടെടുത്ത് ഭക്ഷിച്ചവരാ, അവർ കട്ടെടുത്തവരാ, അവർ മോഷണം നടത്തിയവരാ, അവർ യതീമിന്റെ പാവപ്പെട്ടവന്റെ പണം കവർന്നെടുത്ത് ഭക്ഷിച്ചവരാ. അങ്ങനെ ദിനേന ഭക്ഷണം കഴിക്കുന്നത് ഹറാമിന്റെതാ, പാനീയം നടത്തുന്നത് ഹറാമിന്റെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ. ഹറാമ് ദിനേന ഹറാമ് മാത്രം ഭക്ഷിക്കുന്ന ആളുകൾ, ദിനേന ഹറാമ് മാത്രം എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും തിന്നാന്നല്ല ഇല്ല, ഒരിക്കലും ഹറാമിന്റെ ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ആമാശയത്തിലേക്ക് ഒരു അല്പം ഒരു ചെറിയ ഒരു കണിക കടന്നുപോയോ നാളെ പരലോകത്ത് നിന്റെ അവസ്ഥ ഇതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ മൂന്നാമത്തെ അവസ്ഥ. എന്താ കാരണം? ഹറാമ് ഭക്ഷിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കാൻ നേരമില്ല. നാലാമതായി മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ മഹ്ശറയുടെ മഹാത്ഭുതങ്ങൾ കേട്ടോ? നാലാമതായി മുആദ് ചോദിച്ചു, നബിയേ നാലാമത്തെ സംഘമാരാ റസൂലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പഠിപ്പിച്ചു കൊടുത്തു, നരകത്തിന്റെ തീയിനാൽ നിറക്കപ്പെട്ട വയറുമായി നാളെ പരലോകത്ത് വരുന്ന സംഘമാ നാലാമത്തെ സംഘമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നരകത്തിന്റെ തീയുമായി നാളെ നിറക്കപ്പെട്ടവരായി നിലയിൽ നാളെ പരലോകത്ത് വരുമ്പോ അവർ ചെയ്തു പോയ തെറ്റേതാ? മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, മുആദേ അവർ യതീമിന്റെ പാവപ്പെട്ട മാതാവും പിതാവും മരണപ്പെട്ടു പോയ യതീമില്ലേ, സുബ്ഹാനല്ലാഹ്, എത്രയോ യതീമികളായി സദസ്സിലുള്ളത്. വാപ്പ മരണപ്പെട്ടു പോയ, ഉമ്മ മരണപ്പെട്ടു പോയ, ആരാരും സഹായിക്കപ്പെടാനില്ലാത്ത നിരായുധരായി കഴിയുന്ന, യാതൊരു താങ്ങും തണലുമില്ലാതെ കഴിയുന്ന എത്രയോ പാവപ്പെട്ട യതീമികളുള്ള നാടാണിത്. അല്ലാഹുവേ, അവർക്ക് നീ ഒരു സാന്ത്വനമാകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, വാപ്പയും ഉമ്മയും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് നിക്കാഹ് കഴിക്കാൻ മനസ്സ് വെച്ചവനാ വിനീതൻ. ഈ വിനീതന്റെ ഭാര്യയുടെ നാടായി ഈരാറ്റുപേട്ടയില് വാപ്പ മരണപ്പെട്ടു പോയി ചെറുപ്പകാലത്ത്, ഉമ്മ മരണപ്പെട്ടു പോയി ചെറുപ്പകാലത്ത്. ട്യൂഷൻ എടുത്തുകൊണ്ട് കോളേജിന്റെ ബികോം ഡിഗ്രി വരെ പഠിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തോരം സാമ്പത്തികമായ വരുമാനം ഉണ്ടാകണം. ട്യൂഷൻ എടുത്തതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തന്റെ ജീവിതം മുഴുവനും കഴിച്ചു കൂട്ടിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കല്യാണം കഴിച്ചവനാ വിനീതൻ. അതുപോലെ പാവപ്പെട്ട യതീമീങ്ങളായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ മനസ്സ് വെച്ചോ ചെറുപ്പക്കാരാ? അതല്ലാതെ അവര് പേര് പറഞ്ഞ് പൈസ പിരിച്ചിട്ട് അത് സ്വന്തം ആമാശയത്തിന്റെ ഉള്ളിൽ നിറച്ചാൽ അത് ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും അത് ഹറാമിന്റെ മുതലാ. അത് ചെയ്തത് ആലിമാണെങ്കിലും അത് ചെയ്തത്
വർഷം എന്നെ വിറ്റിട്ട് നീ പണമുണ്ടാക്കി പൈസ പിരിച്ചിട്ട് അത് നീ എത്ര പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചടാ, നീ എത്ര പെൺകുട്ടികൾക്ക് ആഭരണം വാങ്ങിക്കൊടുത്തടാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതിരുന്നാൽ അന്നീ വിനീതൻ വന്നിട്ട് അവരെ വാരി അലക്കിയിട്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പാവപ്പെട്ട സാധുക്കളിൽ നിന്നും ചോദിച്ചിട്ട് യതീമീങ്ങളായ പെൺകുട്ടികളെ കല്യാണ ആവശ്യത്തിന് വേണ്ടി പൈസ പിരിച്ചിട്ട് അവരുടെ വീട്ടിൽ എത്താത്ത പക്ഷം ഇത് ഹറാമിന്റെ മുതലാ, ഇത് നിഷ്കർമ്മമാ, ഇത് ദുഷ്പ്രവർത്തനമാ, ഇത് നീചമായ പ്രവർത്തനമാ. ഇത് ചെയ്യുന്നവരാരാണെങ്കിലും അത് തീക്കനലാ നീ ഭക്ഷിക്കുന്നത്. ഈ തീക്കനലുമായി നിറക്കപ്പെട്ട വയറുമായി നാളെ പരലോകത്ത് വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട യതീമിന് സാന്ത്വനമാകണം. കഴിഞ്ഞ വർഷം എരിയാട് സാധു സഹായ സംരക്ഷണ സമിതി എന്ന പേരിന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലേ, എത്രയോ പെൺകുട്ടികളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ആത്മാർത്ഥമായി സഹകരിച്ചു, അതെല്ലാം അവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് വിനീതൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്, അങ്ങനെ ഉണ്ടാകണം. എന്നിട്ട് ഞാൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ കഴിഞ്ഞ വർഷം കൊടുത്തു എന്ന് ഞാൻ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് കൊടുക്കാൻ തയ്യാറായി. പക്ഷേ സമൂഹ നിക്കാഹിലൊക്കെ തയ്യാറില്ലാത്തവരാ നമ്മളിൽ അധികം ആളുകളും. പാവങ്ങളാ, എങ്കിൽ പോലും സമൂഹമായിട്ട് കല്യാണത്തിന് വേണ്ടി വിളിച്ചു കൂട്ടിയാൽ അവർക്ക് നിങ്ങളൊരു വരനെ കണ്ടെത്തിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വാ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് സ്വീകരിക്കാനുള്ള മനസ്സ് പോലും ഇല്ലാത്തവരാ. അതാണ് അഹങ്കാരം, അതാണ് അഹങ്കാരം. രണ്ട് കാലം നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത മാതാപിതാക്കൾ